കള്ളാടിയിൽ മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇതിലിപ്പം നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ നിലവിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. കിരൺകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താപ്പൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അവർ 6 പേരുടെയും നില നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. NDRFന്റെ സംഘങ്ങൾ വയനാട്ടിൽ നിന്നുള്ള സംഘവും ആദ്യം പോന്നു. കോഴിക്കോടുള്ള സംഘത്തോടും അങ്ങോട്ട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. 2 NDRF സംഘങ്ങളും അവിടേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിന് അടിയന്തരമായിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ശേഖർ കുര്യാക്കോസിനോട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഏകോപനം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ സംവിധാനം ഓൾറെഡി സ്ഥലത്തെത്തി ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻസും പരിശോധനകളും ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഈ മണ്ണ് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ മണ്ണ് തുടക്കത്തിൽ തന്നെ നേരത്തെ ഒരു നല്ല രീതിയിലുള്ള മഴ വയനാട്ടിൽ പെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചെറിയ രീതിയിലുള്ള ഈ മഴയിൽ ഇങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിന്റെ സൂചന വളരെ കൃത്യമായി മീറ്റിംഗിലും അല്ലാതെയും കൊങ്കൺ അധികൃതരുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. പക്ഷേ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലുള്ള പാളിച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഗൗരവത്തോടു കൂടി കാണുന്നു. അതിൽ പരിശോധനയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും അതിൽ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാതിരുന്ന സാഹചര്യവും ഗൗരവമുള്ളതാണ്. അത് സർക്കാർ പരിശോധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ഞാനും ഇപ്പം തന്നെ വയനാട്ടിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മഴയുടെ തോതെടുക്കാനും ആ തോത് KSDMA അതുപോലെ ജില്ലാ DDMA ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന DDMAയുടെ ഒരു സിസ്റ്റം ഉണ്ട്. പ്രൈവറ്റും പബ്ലിക്കും ഒരുമിച്ചുള്ളതായ ഒരു പ്രയാണമുണ്ട്. ആ ഒരുമിച്ചുള്ളതായിരിക്കുന്ന സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ മുഴുവൻ അസസ് ചെയ്ത് പോകണമെന്നും പ്രവൃത്തി നിർത്തിവെക്കണം എന്നുള്ളതും മണ്ണ് മാറ്റണം എന്നുള്ളതായിരിക്കുന്ന കാര്യം ഉൾപ്പെടെ നേരത്തെ ചർച്ച ചെയ്ത് മീറ്റിംഗ് വിളിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടെ, വയനാട് കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന മണ്ണ് നേരത്തെ ഒരു ദിവസം മഴ പെയ്തപ്പോൾ അർദ്ധരാത്രിയിൽ പോയി ഈ മണ്ണ് മുഴുവൻ ടൗൺഷിപ്പിൽ വ്യാപകമായി ഒന്നിച്ചു കൂട്ടിയിട്ടതായിരിക്കുന്ന സന്ദർഭമുണ്ട്. അവിടെയും നിർദ്ദേശം കൊടുത്തതാണ്. ആ നിർദ്ദേശത്തിലും തൃപ്തികരമായ രീതിയിലല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെയും സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതിനുള്ള മാർഗനിർദ്ദേശം കൊടുത്തത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. നിലവിൽ മീനങ്ങാടിയിലുള്ള വയനാട്ടിലെ NDRF സംഘം അവിടെ എത്തുകയായി. ഫയർ സർവീസ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂരിലുള്ള NDRF സംഘത്തോടും അവിടെ പോകാൻ പറഞ്ഞു. കൂടുതലുള്ളതായ ഏതെങ്കിലും ആളുകൾ പെട്ടോ എന്നുള്ള പരിശോധന ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് പ്രവൃത്തി നടത്തരുത് എന്നുള്ളതും അവിടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ഉണ്ടാവരുത് എന്നുള്ളതും അവിടെയുള്ള 8 കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ നിർദ്ദേശവും നേരത്തെ നൽകിയിരുന്നതാണ്. അതിൽ ഞാൻ ഇന്ന് കലക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വിവരം, ഈ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ അപകടത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കും. കൃത്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം ലഭ്യമല്ല.